ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു പൈനാപ്പിൾ പച്ചടി റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പൈനാപ്പിൾ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ പൈനാപ്പിൾ നമുക്ക് ഒരു കുക്കറിലേക്ക് ഇടാം. ആവശ്യത്തിന് ഒരു അര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് വേവിച്ചെടുക്കാം. 2 വിസിൽ വന്നാൽ മതിയായിരിക്കും പൈനാപ്പിൾ നന്നായി വെന്ത് കിട്ടാൻ. ഇനി 2 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി പച്ചടിയിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അര കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളകും പിന്നെ ഒരു അര ടീസ്പൂണോളം കടുകും ഒരു 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് ഇത് നന്നായി അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ ഇവിടെ നന്നായി അരച്ചു വെച്ചിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. പൈനാപ്പിൾ ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ നമുക്ക് മധുരം എത്ര വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ പൈനാപ്പിൾ നല്ല മധുരമുള്ളതാണെങ്കിൽ ഷുഗർ കുറച്ച് മതിയായിരിക്കും. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. വെള്ളം പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ചെറിയ തീയിലാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് പുളിക്കനുസരിച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പുളി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പുളിയും മധുരം എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി പച്ചടിയിലേക്ക് താളിക്കാം. താളിച്ചിടാം, വറുത്തിടാം. പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പച്ചടി കുറച്ച് നേരം ഒന്ന് ചൂടാറിയ ശേഷം ഒരു 5-6 മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. മുന്തിരിങ്ങ അധികം വേവാൻ പാടില്ല. ചൂടാറിയ ശേഷമാണ് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ പച്ചടി ഇവിടെ റെഡി ആയിട്ട്